9 അവാർഡുകളുടെ നിറവോടെ ആടുജീവിതം സംസ്ഥാന അവാർഡ് നേട്ടത്തിൽ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. ബെന്യാമിന്റെ ജനപ്രിയ നോവലായ ആടുജീവിതത്തിന്റെ സിനിമാവിഷ്കാരം അതിഗംഭീരമായി വെള്ളിത്തിരയിൽ എത്തിച്ചപ്പോൾ ആദ്യം കീഴടക്കിയത് സിനിമാ പ്രേമികളുടെ മനമാണെങ്കിൽ ഇപ്പോൾ അവാർഡുകളും ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹണം, മികച്ച അവലംബിത തിരക്കഥ, മികച്ച ശബ്ദമിശ്രണം, മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ്, മികച്ച ജനപ്രിയ ചിത്രം, മികച്ച നടനുള്ള ജൂറി പരാമർശം, മികച്ച പ്രോസസിംഗ് ലാബ് കളറിസ്റ്റ് എന്നീ പുരസ്കാരങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത്. ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ എഴുതിയ മലയാള നോവലാണ് ആടുജീവിതം. നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത്. സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആട് വളർത്തൽ കേന്ദ്രത്തിലെത്തി. അവിടെ അടിമപ്പണി ചെയ്തു. 2008 ഓഗസ്റ്റ് മാസം ആദ്യ പതിപ്പിറങ്ങിയ ആടുജീവിതം പിന്നീട് 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2008 ബ്ലെസ്സി എന്ന സംവിധായകൻ ഈ നോവൽ സിനിമയാക്കാൻ തീരുമാനിച്ചു. ഇന്ന് 9 അവാർഡുകൾ ആ ചിത്രത്തിന് ലഭിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പൃഥ്വിരാജ് ആടുജീവിതത്തിനായി നടത്തിയ തയ്യാറെടുപ്പുകൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുമെന്നറിഞ്ഞിട്ടും പൃഥ്വി ആ സിനിമയ്ക്കായി നൽകിയ ഡെഡിക്കേഷൻ അത്രയും വലുതാണ്. അതേസമയം ഒരു പുസ്തകത്തെ സിനിമയാക്കി മാറ്റുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ അതിജീവിച്ച സംവിധായകനാണ് ബ്ലെസ്സി. ഓരോ ഷോട്ടും അത്രയേറെ പെർഫെക്റ്റ് ആക്കണമെന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധം തന്നെയാണ് അവാർഡിലേക്ക് ബ്ലെസ്സിയെ എത്തിച്ചതും. പുതുമുഖമായി എത്തി മലയാളികളെ ഞെട്ടിച്ച ഗോകുലും ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനും അർഹനായിരിക്കുകയാണ്. ചിത്രത്തിന്റെ പല അപ്ഡേറ്റുകളും പുറത്തു വരുമ്പോൾ അവാർഡ് നേടുമെന്ന ഉറപ്പ് മലയാളി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ആ ഉറപ്പ് തെറ്റിയില്ല. അതും 9 അവാർഡുകൾ നേടുക എന്നത് ഒരു സിനിമയെ അതിൻ്റെ പൂർണ്ണതയിൽ മികവ് പുലർത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്നത് ഓസ്കാറാണ്. അതിനെക്കുറിച്ച് മുൻപൊരിക്കൽ സംവിധായകൻ ബ്ലെസ്സി സംസാരിച്ചിരുന്നു. ഓസ്കാർ കിട്ടുമെന്ന് പറയുന്നത് എല്ലാവരുടെയും സന്തോഷം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഓസ്കാർ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ് ആണെന്നും അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കി. ലോസ് ആഞ്ചൽസിലെ ഒരു തിയേറ്ററിൽ ഷോ നടത്തുക, 10,000-ത്തിനടുത്തുള്ള മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അവരെ സിനിമ കാണിക്കുക, അവർക്ക് വലിയ പാർട്ടികൾ നടത്തുക എന്നതൊക്കെ കോടികളുടെ ബിസിനസ് ആണെന്നും അതിനെയൊക്കെയുള്ള അവസ്ഥ ഈ കൊച്ചു സിനിമയ്ക്കും തനിക്കുമുണ്ടോ എന്ന് സംശയമാണെന്നും ബ്ലെസ്സി കൂട്ടിച്ചേർത്തു. ആടുജീവിതം സിനിമയാകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്ന സമയം മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ ഓസ്കാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലെ മൂവി ഗ്രൂപ്പുകളിൽ ഒക്കെ ആടുജീവിതം ഓസ്കാറിൽ എത്തിയാൽ തീർച്ചയായും വിജയിക്കും എന്ന കമന്റുകളും പോസ്റ്റുകളും ഒക്കെ നിരന്തരമായി വന്നിരുന്നു. ബ്ലെസ്സിയുടെ നീണ്ട 16 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ആടുജീവിതം. അതിനപ്പുറം ബ്ലെസ്സി എന്ന സംവിധായകനിൽ മലയാളികൾക്ക് വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ആ സിനിമയെ 100 കോടിയുടെ ക്ലബിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ആ ചിത്രം പുരസ്കാര നിറവിലും എത്തിയിരിക്കുകയാണ്.